ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിലേക്ക് പടികയറി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 200 പോയിന്റ് കുതിച്ചു. നിഫ്റ്റി 22,100 സമീപം വ്യാപാരം തുടരുന്നു. റിയൽറ്റി, ഓട്ടോ, ബാങ്ക് ഓഹരികളിൽ തിളക്കം. നഷ്ടത്തിൽ IT ഓഹരികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 49,080 രൂപയായി. ഗ്രാമിന് കുറഞ്ഞത് 45 രൂപ. ഈ മാസം സ്വർണ്ണവില ഇടിയുന്നത് മൂന്നാം തവണ. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട മഹീന്ദ്രയുമായി കരാർ ഒപ്പുവെച്ച് അദാനി ടോട്ടൽ എനർജീസ്. രാജ്യത്തുടനീളം EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കും. കാലാവസ്ഥാ പ്രവർത്തന ലക്ഷ്യങ്ങളുമായി ഒത്തുചേർന്ന സുസ്ഥിരമായ വികസനത്തിന് കരാർ പങ്കുവഹിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ. എയർ ഇന്ത്യ ലിമിറ്റഡുമായുള്ള മത്സരം ശക്തമാക്കി ഇൻഡിഗോ. അന്താരാഷ്ട്ര യാത്രകൾക്കായി കൂടുതൽ വൈഡ് ബോഡി വിമാനങ്ങൾ എത്തിക്കും. പുതിയ വിമാന സർവീസുകൾ ഉടൻ. ഇൻഡിഗോയുടെ ബഹ്റൈൻ, കൊച്ചി നേരിട്ടുള്ള വിമാന സർവീസ് ജൂൺ 1 മുതൽ. ഇന്ത്യയിലേക്ക് 3,200 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി ഫ്രഞ്ച് കമ്പനി ഷൈഡർ ഇലക്ട്രിക്. നടപടി ഇന്ത്യൻ വിപണിയിൽ കമ്പനിയുടെ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി. തീരുമാനം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിലയിരുത്തൽ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. വിപണിയിൽ ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ ഒരു നഷ്ടം പ്രകടമായിരുന്നു. ചെറിയൊരു നഷ്ടത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചത്. എന്നാൽ ആ നഷ്ടങ്ങളൊക്കെ നികത്തി നിലവിൽ നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. IT ഓഹരികൾ ഒഴികെ മറ്റെല്ലാ ഓഹരികളും ഓഹരികളിലൊക്കെ തന്നെയും ആ ഒരു തിളക്കം പ്രകടമാണ്. UPL, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയാണ് മികച്ച നേട്ടം കൈവരിച്ച ഓഹരികൾ. എന്നാൽ IT ഓഹരികളിലൊക്കെ തന്നെയും ഏകദേശം ഒരു 3% നഷ്ടം ഇന്ന് പ്രകടമാണ്. നമുക്ക് സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളിലും പ്രധാനപ്പെട്ട എല്ലാ സൂചികകളിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് പ്രകടമാണ്. നിഫ്റ്റി 50യിലേക്ക് പോവുകയാണെങ്കിൽ 76 പോയിന്റ് നേട്ടത്തിൽ 22,088 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വന്ന പോയിന്റ് 21,883 ആയിരുന്നു. അതിൽ നിന്നൊക്കെ കരകയറി 22,000 മുകളിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിലും അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് പിന്തുണയുണ്ട്. നിഫ്റ്റി ബാങ്കിൽ 137 പോയിന്റ് നേട്ടത്തിൽ 46,822 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെയൊക്കെ തന്നെ IT ഓഹരികളിലൊക്കെ ഒഴികെ ബാക്കി എല്ലാ മേഖലാ സൂചികളിലും ഈ ഒരു നേട്ടം പ്രകടമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം UPL, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയിലൊക്കെ തന്നെ ഈ ഒരു നേട്ടം ഇന്ന് പ്രകടമാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി പ്രകടമാണ്. ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 158 പോയിന്റ് നേട്ടത്തിൽ 72,800 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഏതായാലും ഇന്നലെ ഉണ്ടായ ഒരു നേട്ടം ഇന്ന് ഈ ഒരു നേട്ടത്തിലേക്കൊക്കെ ആണോ ഇന്നും ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിപ്പിക്കുക എന്നൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DPFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. നിലവിലൊരു മാർക്കറ്റ് ഒരു നേട്ടത്തിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഓഹരി വിപണിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. എനിക്ക് തോന്നുന്നത് ഇന്ന് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആദ്യം പറയാം. അത് രാവിലത്തെ ഒരു നെഗറ്റീവ് സെൽ ഓഫ് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. ഒരു 100 പോയിന്റോളം നിഫ്റ്റി നെഗറ്റീവായിട്ട് പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 100 പോയിന്റോളം പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നു. അതായത് ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് 200 പോയിന്റിന്റെ സ്വിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. മെയിനായിട്ട് ഇത് ഷോർട്ട് കവറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്കവറിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചിരുന്നു, അതായത് മാർക്കറ്റ് ഒരു 21,900 21,800 വിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അടുത്ത ദിവസങ്ങൾ കുറവാണ്. ഈ ഒരു എക്സ്പയറിക്ക് മുമ്പായിട്ട് ഇനി 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. പൊതുവെ തിങ്കളാഴ്ച ഒരു അവധി ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക്. പക്ഷേ ആഗോള വിപണികളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് പോകാനായിട്ടാണ് അവർ ശ്രമിക്കുക. ഒരു റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകത്തില്ല. അതുകൊണ്ടൊക്കെയാണ് കവറിങ് വരുന്നത്. 22,000 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് തന്നെയാണ് ചാൻസ്. എന്തായാലും മാർക്കറ്റ് വലിയ തോതിലുള്ള ഒരു അപ് ട്രെൻഡ് അടുത്ത 2-3 ദിവസങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. 22,000 നിന്നൊരു 200 പോയിന്റ് മുകളിലേക്കും 200 പോയിന്റ് താഴേക്കുമുള്ള ഒരു റേഞ്ചാണ് മാർക്കറ്റിനുള്ളത്. ഇനി സ്റ്റോക്കുകളെ പറ്റി പറയാനായിട്ട് സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ക്വാളിറ്റി ഉള്ള ഒരു A ഗ്രൂപ്പ് അല്ലെങ്കിൽ നല്ല B ഗ്രൂപ്പ് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അത് സെക്ടേഴ്സ് ചൂസ് ചെയ്യണം. ഇപ്പോഴത്തെ ഫേവറബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽസ്, റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിലുള്ള സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാങ്കിങ് ഓഹരികളും തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഈ സെക്ടേഴ്സിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു.
നന്ദി. ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെ വലിയ ആകാംക്ഷയിലാണ്. ഏതായാലും വിപണി വലിയൊരു പോസിറ്റീവ് മോഡിൽ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂണുമായി ടി കെ രജിത്ത് തുടരും.